ഒബ്സർവേഷൻ്റെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. അത് ഈ ശ്രദ്ധയെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടാണ്. പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നു, അവർ ചെയ്ത് ശ്രദ്ധിച്ചെന്നാണ് പറയുന്നത്. അത് നമ്മളൊരു അറിവാണ്, അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു അറിവാണ്. ശ്രദ്ധയെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം ഉണർന്നു, ശരീരം ഉണരുമ്പോഴാണ് ശ്രദ്ധ വരുന്നത്. ശരീരത്തിൻ്റെ വൃത്തിയിലാണ് ശ്രദ്ധ ഉണരുന്നത്. ശ്രദ്ധ ഉണരുമ്പോഴാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ആശാനയും വേണ്ട, ഒരു ശിഷ്യനും വേണ്ട, എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത്. ജീവിതം ഭയങ്കര മംഗളമായിട്ടാണ്. അതിനകത്തൊരു കറ പോലുമില്ല കണ്ടുപിടിക്കാൻ ഇല്ല. അത് ഇന്നതാണ് മറ്റേതാണ് ഇതിങ്ങനെയൊന്നും പറഞ്ഞിപ്പോൾ ഞാൻ ശ്രദ്ധയെപ്പറ്റി പറഞ്ഞു എന്ത് കാര്യത്തിനാണ്? രാവിലെ ഒരു വ്യക്തിയും ശ്രദ്ധ എന്താണെന്ന് പോലും അറിയണ്ട. നമ്മൾ പരസ്പരം സഹകരിച്ച് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് സഹകരിച്ചാൽ മതി, ഇതൊന്നും അറിയണ്ട. ഞാനിപ്പോൾ ഈ ക്ലബ് ഹൗസിൽ വന്ന് കുറേ ബോധം ഗ്രൂപ്പിലൊക്കെ ഇരുന്നിട്ട് കുറേ വാക്കുകളൊക്കെ പഠിച്ചത്. എന്തിനാ പഠിച്ചത്? ഒരു കഥയുമില്ല, മനസ്സിലായി. സംസാരിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ട് ഇങ്ങനെ അത് ചേർത്തൊക്കെ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ വലിയ കാര്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകുന്നു. അപകടമോടെയാണ്. ഒരു കഥയില്ല അതിനകത്തൊന്നും. എത്ര ഭയങ്കര വലിയ വാക്കുകളൊക്കെ എടുത്ത് ഉപയോഗിച്ചാലും കാര്യങ്ങൾ സംഭവിക്കാനുള്ള പോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇല്ല, വേറെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല. വേറെ നമ്മളുടെ ചിന്തയിലാണ്. ശരിയായിട്ട് ധാരണയുള്ളവർക്കല്ലേ തെറ്റിദ്ധാരണ വരത്തുള്ളൂ. തെറ്റിദ്ധാരണ ഉള്ളവൻ ഇനി എന്ത് തെറ്റിദ്ധാരണ വരാനാ? ശരിയായിട്ട് ധാരണയുള്ളവനല്ലേ തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിയായിട്ടുള്ള ധാരണയിൽ നിന്ന് തെറ്റിദ്ധാരണയിലോട്ട് ആൾക്കാർ മാറുമെന്നാണ് എല്ലാവരും പറയുന്നത്. നോക്കണം, ശരിയായിട്ടുള്ള ധാരണയിൽ നിന്ന് തെറ്റിദ്ധാരണയിലോട്ട് മാറണമെന്നുള്ളത് അവരുടെ താല്പര്യമല്ലേ. അതൊന്നും സംഭവിക്കട്ടെ, അതൊന്നും സംഭവിക്കട്ടെ. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് അല്ലേ? ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ശരിക്കൊന്ന് വളരെ രസകരമായിട്ടൊന്നുള്ളിലോട്ട് നോക്കിക്കേ. മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തി അയാൾ അങ്ങനെ ചെയ്യരുതും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ട്. അയാൾ എങ്ങനെ ചെയ്താലും വെറുതെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. സംഭവം ഭയങ്കര സിമ്പിളാണ്. അയാൾ എങ്ങനെ ചെയ്താലും നോക്കി കണ്ടുകൊണ്ടിരിക്കുക. അല്പനേരം ഒന്ന് നോക്കി റിലാക്സ് ചെയ്തൊന്ന് ഇരുന്ന് നോക്കിക്കേ. നമ്മളെന്തിനാ തീരുമാനം എടുക്കുന്നത്? നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുകയാണ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഈ പ്രപഞ്ച സത്യം നമുക്ക് രൂപം തന്ന് നമ്മളെ ചലിപ്പിക്കുന്നു, നമ്മളെ നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ ചേർന്ന് നല്ല ഒരു അനുഭവവും തരുന്നു. ഇത്രയും സംഭവങ്ങൾ മതി. ഇത് വളരെ മംഗളമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അലമ്പാക്കിയിട്ട് എന്താ കിട്ടുന്നത്? ഇതൊട്ടും അലമ്പാക്കാതെ ഭയങ്കര സിമ്പിളാണ്. ഇതിനകത്ത് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ഇതിങ്ങനെ തന്നെത്താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഇതിങ്ങനെ മംഗളം നേരുന്നു മനസ്സു അലിഞ്ഞു ചേർന്നതിന് ശേഷം അല്ല മഴ വരും, ഞാൻ വേണ്ടി നിർത്തി. അപ്പം ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളു. ഭയങ്കര രസമല്ലേ?
പോകുന്ന കൊടൈക്കനാലിൽ നിന്ന് പോകുന്നു. ഇപ്പൊ ആരെങ്കിലൊക്കെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയും. ഞാനിത് ഇങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവർക്കിങ്ങനെ സങ്കടങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാൽ മതി. ഈ തുറന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അത് സന്തോഷമല്ല, ഒരു സമാധാനം കിട്ടും. പക്ഷെ ഇത് കേൾക്കുന്ന എൻ്റെ ഒരു മനോഭാവം എന്ന് വെച്ചാല്, ഇതിന്റെ സങ്കടം കേൾക്കുമ്പോ എന്നേക്കാൾ വിഷമവും എന്നേക്കാൾ പരാജയമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും വിഷമം കേൾക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്റെ വിഷമം ആരെങ്കിലും ചോദിച്ചത് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ ശ്രമിക്കണ്ടല്ലേ? ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ഈ ചോദിക്കണ്ട. സ്ഥിരം ചെയ്യുന്നതൊക്കെ പോകും. ഞാൻ ആളുകൾ വിഷമൊക്കെ പറയുമ്പോ ഞാൻ കേട്ടിരിക്കും. ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ആയിരിക്കും നമ്മളോട്. പക്ഷെ എന്റെ ഉദ്ദേശം ഇതാണ്. കൊച്ചി കള്ളൻ. ജോ ഞാനത് തന്നെയാ പ്രശ്നങ്ങള്. ഇപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര വലിയ പ്രശ്നമാകുമ്പോ ഞാൻ എന്താക്കുന്നറിയോ, പ്രശ്നത്തെക്കാൾ വലിയൊരാളായിട്ട് നമ്മളങ്ങ് മാറും. നമ്മളെക്കാൾ ചെറുതായി പ്രശ്നം. അതായത് പ്രശ്നത്തെ എന്താക്കാം, നമ്മളെക്കാൾ ചെറുതായിട്ട് കുറച്ചൊരു ഈസി. മറ്റൊരു പ്രശ്നം ഭയങ്കര വലുത്. ആൾക്കാരെ ചിന്തിക്കുമ്പോ നമ്മുടെ പ്രശ്നം ചെറുതായിട്ട് തോന്നും. അതാണ് നോർമലി എല്ലാ മനുഷ്യന്മാരും കണ്ടെത്തുന്ന ഒരു വഴി. ഒരു വരയെ ചെറുതാക്കാൻ അപ്പുറത്ത് വലിയൊരു വരയുണ്ട്. ഈ നമ്മുടെ പ്രശ്നം വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോമാലിയ, അവിടുത്തെ ആൾക്കാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ്. അങ്ങനെയും ആൾക്കാർ ചിന്തിച്ച് സമാധാനിക്കുന്നു. വേറൊരു വഴിയും ഇല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ വഴി കിട്ടുന്നത്? കിട്ടുന്ന വഴിക്കല്ല. എനിക്ക് സന്തോഷമല്ല, സങ്കടം വരിക. എനിക്ക് അത് ആലോചിച്ചിട്ട് ഞാൻ സ്വർഗത്തിലാണെന്നുള്ള സന്തോഷം എനിക്ക് കിട്ടത്തില്ല. എനിക്ക് അവിടെ സങ്കടമേ, അതിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വിഷമേ വരും. എനിക്ക് നമുക്കത് അനുഭവിക്കുന്നില്ലല്ലോ, നമ്മളതിൽ അനുഭവിക്കുന്നില്ലല്ലോ. അതാണ് അടുത്തവന്റെ ഞാൻ പറഞ്ഞ വാക്ക്. നിങ്ങളുടെ വിഷമം ഒന്ന് പറയുമോ, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ഒരു 99% മനുഷ്യന്മാർ അതന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോ എന്റെ വിഷമം കുറവാണ് എന്ന് കരുതി ആശ്വാസം കണ്ടെത്തുന്നവരാണ് 99% ആളുകൾ. അല്ല, അവരെന്താ പ്രശ്നം എന്ന് അറിയാം. ഇവിടുത്തെ എക്സാമ്പിളാണ് പ്രശ്നം. എക്സാമ്പിളാണ് പ്രശ്നം. അല്ലാതെ ജോ പറഞ്ഞ കാര്യം വലിയ സംഭവം കേട്ടോ. നമ്മള് ചെറിയ പ്രശ്നം, വലിയ പ്രശ്നമൊക്കെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലായിട്ട് പാത്രങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ച പ്രശ്നങ്ങളൊക്കെ. അത് ഷാഫി അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഷാഫി പാത്രങ്ങളൊക്കെ കൊണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടാക്കില്ലേ. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥ എങ്ങനെയാണ് രൂപം കൊണ്ട് നിൽക്കുന്നത്? ഏറ്റവും സൂപ്പർ ഇൻ്റലിജൻസാണ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത്. നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഏറ്റവും വണ്ടർഫുൾ ഇൻ്റലിജൻസാണ്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറത്തില്ല. പിന്നെ നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു അറിവ് ഒക്കെ, ആ മൂമെൻറ്റ്സ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മൾ എന്താണെന്നുള്ള ഒരു ഭയങ്കര വലിയൊരു റിയലൈസേഷൻ ഉണ്ടാകും. അതാണ് പ്രോപ്പർ ശ്രദ്ധ എന്ന് പറയുന്നത്. ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആഹാ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നല്ലേ, ഇതിങ്ങനെയേ സംഭവിക്കത്തുള്ളൂ, പിന്നെ അതിന് യാതൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല, ഇതിങ്ങനെയേ സംഭവിക്കത്തുള്ളൂ, മറിച്ച് സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതോടുകൂടി നമ്മളങ്ങ് ഫുള്ളി റിലാക്സ്ഡായി. കാരണം വേറെ ഒന്നും സംഭവിക്കാനില്ല, വേറെ ഒന്നും സംഭവിക്കാനില്ല. നമ്മളിവിടെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മളിവിടെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള അറിവിൻ്റെ തലങ്ങൾ ഉണർന്നു വരും. പക്ഷേ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതിനെ മറച്ച് കളഞ്ഞിട്ട് അത് നമ്മുടെ ശ്രദ്ധയിൽ ഇല്ലാണ്ട് പോയിട്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ അപകടമാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, എവിടെ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു, ശ്രദ്ധ വ്യത്യസ്തമാകുന്നു. അതല്ല ശ്രദ്ധ. ശ്രദ്ധ എപ്പോഴും ഒരേപോലെയാണ്. ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് ശ്രദ്ധ. ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് ശ്രദ്ധ. എൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ ഞാൻ മറ്റൊന്നും ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെയല്ല. ശ്രദ്ധയെന്ന് പറയുന്നത് എന്താണ്? അവനവൻ തന്നെയാണ് ശ്രദ്ധ. അതിൽ പിന്നെ എന്ത് വരാനാണ്? എല്ലാവരുടെയും പ്രശ്നം എൻ്റെ ജീവിതത്തോട്ട് അങ്ങനെ വന്നു, ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, അങ്ങനെയല്ല. ശ്രദ്ധയെന്ന് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന ഉണർവാണ് ശ്രദ്ധ. പിന്നെ അത് മങ്ങുന്നില്ല. നമ്മുടെ അറിവിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വർണ്ണത്തിലുള്ള അറിവുകൾ. ഈ അറിവിൻ്റെ ഭാഗം, ഇപ്പോൾ സംഗീതം, സപ്തസ്വരം, ഇതെല്ലാം അറിവാണ്. മനസ്സിലായി? ശ്രദ്ധയുള്ളവന് ഈ ഏത് അറിവും എടുക്കാം അല്ലേ? ഭരതനാട്യം, കുച്ചിപ്പുടി, ഫ്ലോക്ക് ഡാൻസ്, ഏത് ഡാൻസുകളിലും കളിക്കാം. മനസ്സിലായി? ശ്രദ്ധയുള്ളവന് ശ്രദ്ധ ആദ്യം ശ്രദ്ധയിലോട്ട് എത്തണം. ഇതെല്ലാം അറിവുകളാണ്. ഈ അറിവും ശ്രദ്ധയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുമ്പോൾ ആഹാ, ഉണർന്നാൽ ഉണർന്നവനാണ്. ആരാണ് ഉണർന്നത്? അവൻ ശ്രദ്ധയിലാണ് ഉണർന്നത്. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആഘോഷമാണ്, ഫുൾ ടൈം ആഘോഷമാണ് അല്ലേ? അവിടെ എപ്പോഴും അങ്ങനെ പുലരി തേടി പോകും ഹൃദയങ്ങളെ, ഇതിങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ അല്ലാണ്ട് അതിന് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല അല്ലേ? നമ്മളെ ആരെങ്കിലും കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. കാരണം ശ്രദ്ധയിൽ അത്രേ പറ്റത്തുള്ളൂ. കൊല്ലാൻ അവനെന്തെങ്കിലും കാരണം വെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ അവൻ കൊല്ലട്ടെ. ശരി, എന്തിനെ കൊല്ലാൻ പോകണം? ഈ ശ്രദ്ധയെ കൊല്ലാൻ പറ്റുമോ? ഈ ശ്രദ്ധയെ കൊല്ലാൻ പറ്റത്തില്ല. അതാണ് ശ്രദ്ധയുടെ പവർ. അതാണ് ഈ ശ്രദ്ധയെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം ശ്രദ്ധ എന്തുകൊണ്ടുണ്ടായി? അവൻ കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ മനുഷ്യരും കൂടി ചേർന്നാണ് നമ്മൾ ശ്രദ്ധയിൽ ഉണരുന്നത്. അപ്പോൾ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും, എന്തെല്ലാം ഇവിടെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ശ്രദ്ധ അങ്ങനെ തന്നെയാണ്. ശ്രദ്ധക്ക് പിന്നെ യാതൊരു അഴിമതിയുമില്ല. ഇത് പക്ക സിമ്പിളാണ്. ശ്രദ്ധിക്കണം. ഇത് പക്ക സിമ്പിളാണ്. കാരണം ഇതിങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത്. ഈ നിരന്തരം ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൽ യാതൊരു മാറ്റവും തന്നെത്താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഒരാളെന്ന് വെച്ചാൽ വലിയ കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കും. എന്താ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരിയാണ്. കാരണം ഇവരെന്തിനായി പാടുപെടുന്നത്? ഇവർ എന്തിന് കിടന്ന് പാടുപെടുന്നു? എന്തിനു വേണ്ടിയിട്ടാണ്? അവർ തന്നെത്താൻ ബലം പിടിച്ചിരുന്ന് കഷ്ടപ്പെട്ട് അവരുടെ സ്വന്തം ജീവിതം നരകമാക്കി മാറ്റി, എന്നിട്ട് അതിനകത്തുനിന്ന് മാറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവർ ദുഃഖിക്കുന്നത് കാണുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ ഇവരോട് പറഞ്ഞു, എടാ മോനെ സിമ്പിളാണ്, ഇത് ഇത്രയേ ഉള്ളൂ,
ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിനു വേണ്ടിയിട്ട് ബലം പിടിച്ച് ശ്വാസം മുട്ടിച്ച് പാടുപിടിക്കുന്നത് തന്നെത്താൻ. ഒരു കാര്യമില്ല, വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 1 മണിക്കൂർ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് മാറിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നേ. വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അത്രയേ ഉള്ളു. വളരെ സിമ്പിളാണ്. ഇതെന്നും വളരെ സിമ്പിളാണ്. ചിലർ പറയും എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ അതിനെന്താ ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട്. ഞാൻ പറഞ്ഞ നല്ല കാര്യമില്ലേ. എന്നെ ഇഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ല. കാരണം വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടത് പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ചോദ്യമാണ്. പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നെ നിങ്ങൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ള നല്ല കാര്യമല്ലേ. അതിനകത്ത് എന്താ കുഴപ്പം എന്താണ്? പിന്നെ അടുത്തത് അയാൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു വ്യക്തി ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞ് എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞുണ്ട്, കുഴപ്പമില്ല, നല്ല കാര്യം. ശരി, നമ്മൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടത്തില്ല. ശ്രദ്ധിക്കണേ, നമ്മൾ ആരെയും ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നത് എന്തിനാണ്? കാരണം അവരുടെ ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റി കൊടുക്കാൻ എന്നെക്കൊണ്ട് വയ്യ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ആരൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുക. പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ പോകണ്ട. എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാം. മനസ്സിലായോ? നമുക്ക് എല്ലാവരുമായിട്ട് ഇഷ്ടത്തിലിരിക്കാം. നമ്മളോട് ഇഷ്ടമെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സാവകാശം ഒഴിവാക്കാനാണ് നോക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് അപകടം, പേടി തുടങ്ങും. ഇനി ഇയാൾ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്? ഇയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടം പ്രൂവ് ചെയ്യാനായിട്ട് ഇയാൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കണ്ടേ? ഞാനാരാ അങ്ങനെ കൊടുക്കാൻ? നമ്മുടെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. തനിക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ, താൻ വെറുതെ പറഞ്ഞാണല്ലേ. അപ്പം തന്നെ അറിയാം ഇഷ്ടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ. പലവരുടെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ തീരുന്ന ഇഷ്ടങ്ങളാണ്. നമ്മൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം എന്നും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അവരെന്തെങ്കിലും ചെയ്തിട്ടോ തന്നിട്ടോ കൊടുത്തിട്ടോ വാങ്ങിയിട്ടോ ഒന്നുമല്ല. ഇഷ്ടത്തിലാണ്. എല്ലാവരും ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. ചിലവരൊക്കെ വിളിച്ചിട്ട് ദുഃഖത്തിൻ്റെ ഇങ്ങനെ ഒരു ഘോഷയാത്രയിൽ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കട്ടിപ്പിച്ച് ബലം പിടിച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദുഃഖം വന്നു പോകും. കാരണം അത്രയും ദുഃഖത്തിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതങ്ങോട്ട് എത്തുന്നില്ല. കാരണം എന്ത് കാര്യത്തിനാണ് മറ്റൊരാൾ പൊട്ടത്തരം ചെയ്യുന്നതിന് നമ്മൾ വിട്ടിയാകുന്നത്? തന്നെത്താൻ ദുഃഖിച്ച് എന്നിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും തോന്നുന്നില്ലേ? ഇല്ല, നമുക്കൊന്നും തോന്നുന്നില്ല. തന്നെത്താൻ ദുഃഖം ഉണ്ടാക്കിയെടുത്ത് ഇരുന്ന് പാടുപെടുന്ന മനുഷ്യരെ നമ്മൾ നോക്കിയിരുന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്ത് പിന്നെയും കൂടും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരി ബലം പിടിച്ചൊക്കെ ഇരിക്കും നമ്മൾ പുറമേ. ഇത്രയേ ഉള്ളു കാര്യം. ചില ആൾക്കാർക്ക് ദുഃഖമാണ് വേണ്ടത്. അവർ തന്നെത്താൻ ദുഃഖിക്കാൻ വേണ്ടി ബലം പിടിച്ചിരിക്കുക. ആയിക്കോട്ടെ, അവർ തന്നെത്താൻ ദുഃഖിക്കാൻ ബലം പിടിച്ചിരിക്കുക. അങ്ങനെ ദുഃഖിക്കണമെന്നുള്ളൊരു ടൺ കണക്കിന് ദുഃഖിച്ചോട്ടെ. നമുക്ക് അവരോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ തീരുമാനമല്ലേ. അവരുടെ തീരുമാനമാണ്. അവരെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് അവരെടുത്ത തീരുമാനം അവർ തന്നെത്താൻ നടപ്പിലാക്കി കൊണ്ടുപോയിക്കൊള്ളട്ടെ. ഈ ലോട്ടറി ഇതൊരു ഭയങ്കര ലോട്ടറിയാണ്. ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വണ്ടർഫുള്ളാണ്. കാരണം അതിനകത്ത് വേണ്ടതെല്ലാം ഉണ്ട്. വേണ്ടാത്തതിൻ്റെ പുറകെ പോകുമ്പോഴാണ് ദുഃഖവും ദുരന്തവും ഒക്കെ ഉണ്ടാകുന്നത്.
ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ വർക്ക് ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി. തന്നെത്താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഈശ്വരനാണ്. ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഈശ്വരനാണ് ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഈശ്വരനോട് കടപ്പെട്ടിരിക്കണം. എന്ത് കാര്യത്തിനാണ് ഈ കടപ്പാട്? ഈ കടപ്പാടൊക്കെ എവിടെ നിന്നുണ്ടായി? നമ്മളിൽ ചലനമുണ്ട്, ചലനത്തിന് തുടർച്ചയുണ്ട്. വേറെ എന്താ വേണ്ടത്? ഒരു കുറവുമില്ല, ഒരു ദാരിദ്ര്യവുമില്ല, ഒരു കാരണവശാലും ഒരു കുറവില്ല. വേണ്ട കാര്യങ്ങളെല്ലാം മനോഹരമായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഇഷ്ടപ്പെട്ട് പിന്നെ കഷ്ടപ്പെട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടാ. ഒരാളെ ഇഷ്ടപ്പെട്ടതാണ്, എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ട് ജീവിതം സമർത്ഥമാണ്. ഇത് മുൻകൂട്ടി കരുതി വെച്ചിരിക്കുന്ന ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയണത്. അത് നടന്നില്ലെങ്കിൽ കാണാം അവരുടെ തീരുമാനങ്ങളൊക്കെ മാറണത് കാണാം. അവർ തീരുമാനിച്ച് ഞാൻ ഇയാളെ ഇഷ്ടപ്പെട്ട ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ മുഴുവനും നമുക്കെതിരെ തിരിയണ കാണാം. അപ്പോഴും നമുക്ക് അവരോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. അതെ, നമുക്ക് അവരോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവില്ല. നമ്മൾ അപ്പോഴും എപ്പോഴും നമുക്ക് സന്തോഷമേ തോന്നുള്ളൂ. ആർക്ക് എന്തൊക്കെ ചെയ്തിട്ടും അവരോട് നമുക്ക് വെറുപ്പ് തോന്നില്ല. എന്താ ചെയ്യുക? എന്തിനു വെറുക്കണം അവരോട്? അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അവർ ചെയ്തു. അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അവർ പറയുന്നു. അല്ലാണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്രയോ കാലങ്ങളായിട്ട് എന്തോരം മനുഷ്യർ ഇവിടെ ജീവിച്ച് മരിച്ച ഭൂമിയാണ്. എന്തെല്ലാം ബലപ്പെടുത്തോ, എന്തെല്ലാം ഭയങ്കര വലിയ മഹാത്മാക്കൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ വല്ല ലക്ഷണം ഉണ്ടായി എവിടെയെങ്കിലും? എങ്ങുമില്ല. എന്തെല്ലാം ബലം പിടിച്ചിട്ടുള്ള ഹിറ്റ്ലർ, നെപ്പോളിയൻ, അലക്സാണ്ടർ, ഇവരൊക്കെ ലോകത്തെ കിട്ടുകിട്ടാ ഉറപ്പിച്ചെന്ന് പറയണം. പക്ഷെ ഭൂമി ഇപ്പോഴും പഴയതുപോലെ കൂളായിട്ട് ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. ഭൂമിയെ കിട്ടുകിട്ടാ ഉറപ്പിച്ചെന്നാണ് പറയണത്. ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്ന്, വെറുതെ തോന്നല, വെറുതെ ചുമ്മാ. ഇപ്പോഴും സൂര്യൻ കൃത്യമായിട്ട് ഷൈൻ ചെയ്യുന്നു. വെള്ളവും ഭൂമിയിൽ ഭക്ഷണവും എല്ലാം നിറച്ച് സമൃദ്ധമായിട്ടുണ്ട്. ഒരു കുറവുമില്ല. അതെ, വളരെ മനോഹരമായിട്ട് പ്രപഞ്ചം എന്നും ഒരേപോലെ മംഗളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പെർഫെക്റ്റായിട്ട്, അത്രയും വണ്ടർഫുള്ളായിട്ട് നമ്മളെ നിലനിർത്തുന്ന ഒരു സംവിധാനം അതിൻ്റെ കൂടെ ഒഴുകിയാൽ പോലെ. അതൊന്നും പറ്റത്തില്ല. എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ കുറച്ച് തീരുമാനമൊക്കെ എടുത്ത് ഞാൻ എത്രയും പെട്ടെന്ന് മരിച്ചു പോകും. എനിക്ക് രോഗമൊക്കെ വന്ന് കഷ്ടപ്പെട്ട് ഞാൻ എന്ത് വന്നാലും ഞാൻ മരിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും പെർഫെക്റ്റ് അല്ല, ഇതൊക്കെ ഭയങ്കര ഇംപെർഫെക്റ്റാണ്. കാരണം അവനവൻ തന്നെ എടുത്ത തീരുമാനം, അവൻ്റെ തീരുമാനം കാരണം ഇത് മുഴുവൻ കച്ചറയായി. ഇത്രയും സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം, അതിനകത്ത് എവിടെയാണ് കണ്ടാമിനേഷൻ കണ്ടെത്താൻ പറ്റുക? ഒരു കാരണവശാലും പറ്റത്തില്ല. ഒരു കണ്ടാമിനേഷനും ഇതിനകത്ത് എങ്ങനെ നോക്കിയാലും കാണത്തില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അവിടെ ആത്മാർത്ഥത, സത്യസന്ധത ഇതൊക്കെ വേണ്ടേ? ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ജാട കാണിച്ച് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആശാനായി ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയുക എന്ന് പറയുന്നത് നടക്കത്തില്ലാത്ത രീതിയിലാക്കി തന്നെ. എൻ്റെ കഷ്ടകാലത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ദുരിതം അനുഭവിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞ തെറ്റുകളൊന്നും ഞാൻ തിരുത്താൻ തയ്യാറല്ല. ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ തെറ്റുകളൊന്നും ഞാൻ തിരുത്തത്തില്ലെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട് ഇവിടെ. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഹൃദയത്തിൻ്റെ സ്പന്ദനം ഉണ്ടാ, ആ സ്പന്ദനത്തിൻ്റെ താളത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ,
തുടർച്ചയുണ്ട? ആഹാ, അതിന് തുടർച്ചയുണ്ടെങ്കിൽ നമുക്കും തുടർച്ചയുണ്ട്. ഇവരെന്താ വേണ്ടത്? സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതുകൊണ്ട് നമുക്ക് സൗന്ദര്യം കിട്ടുക? നമുക്കൊരു സൗകര്യവും കൂടാൻ പോകുന്നില്ല. എത്ര സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും അവളുടെ കൂട്ടത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അല്പനേരം ശരീരത്തിന് എന്തോ തോന്നി, ശരീരത്തിൻ്റെ തോന്നലിൻ്റെ അടിമയായിപ്പോയി. ഇത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തെ വിട്ടിട്ട് ഒരു നൈമിഷിക സുഖം തേടി മനുഷ്യ ജീവിതകാലം മുഴുവൻ നരകിക്കുന്നതിന് ഒരു മടിയുമില്ല. ഈ വിഡ്ഢികളെന്നല്ലാണ്ട് പിന്നെ എന്തെന്ന് പറയും? ഞാൻ പറയൂ മോനെ അഫ്സലെ. എന്തോ കൂട്ടാ തെളിച്ചു പറ. പിന്നെ കാഴ്ചപ്പാടുണ്ടല്ലോ. അഫ്സലിനെ കാണുമ്പോഴത്തേക്കും ആഹാ, ദേ വരുന്ന നമ്മുടെ അഫ്സൽ കൂട്ടൻ. നല്ല കാഴ്ചപ്പാടാണ്. എന്താ സംശയം? പിന്നല്ലാതെ എല്ലാം അതെ അതെ, അതങ്ങനെയാണ് മോനെ. കാഴ്ചപ്പാടുകളുണ്ട്. ഒരു ആനയെ കാണുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാട്, ഒരു പുലിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാട്. കാഴ്ചപ്പാടുകൾ നിരന്തരം ഉണ്ടാവില്ല. കാരണം കാഴ്ച ഉണ്ടെങ്കിൽ കാഴ്ചപ്പാടുണ്ടാകണമല്ല. പിന്നോട്ട് സംസാരിക്കും. അതെ അതെ, തീരുമാനം എടുക്കുന്നത്. അതെ, അങ്ങനെ ബലം പിടിക്കുന്നവർക്ക് അങ്ങനെ സംഭവിക്കും, ബലം പിടിക്കാത്തവർക്ക് അതും സംഭവിക്കില്ല. എൻ്റെ തീരുമാനമാണ് തീരുമാനമെന്ന് പറയുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ അല്ലാത്ത അതൊന്ന് വൃത്തിയാക്കണം നമ്മൾ. ആ പാത്രം ഒന്ന് വൃത്തിയാക്കിയത് അപ്പോൾ തീരുമാനം എടുക്കുന്നവർ തീരുമാനം എടുക്കും, ബുദ്ധിമുട്ടുന്നവർ ബുദ്ധിമുട്ടും. അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമല്ലേ. അവർ തീരുമാനിക്കുക എന്നുള്ളത് അവർ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. അതെ, അങ്ങനെ സംഭവിക്കുന്നവർക്ക് അങ്ങനെ. ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് നിർബന്ധമൊന്നുമില്ല അഫ്സല്. അങ്ങനെ സംഭവിക്കുന്നവർക്ക് അങ്ങനെ. അഫ്സല് കാണുന്ന കാഴ്ച അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അഫ്സൽ അതേ കാണുന്നുള്ളൂ, ആയിക്കോട്ടെ, അത് ശരിയാണ്. ഞാൻ കാണുന്ന കാഴ്ച എങ്ങനെയാണ് അതും ശരിയാണ്. രമ കാണുന്ന കാഴ്ച എങ്ങനെയാണ് അതും ശരിയാണ്. ഹൈ എടാ മോനെ, കണ്ണുള്ള ആരാടെ കുട്ട കണ്ണിൻ്റെ വില അറിയാത്തത്? കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയുന്നില്ലെന്ന് അഫ്സൽ പറയുന്നു. അഫ്സൽ കണ്ണിൻ്റെ വില അറിഞ്ഞിട്ടില്ല. അറിയട്ടെ, അഫ്സൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലതും ചെയ്യണ്ട. ശിഷ്യന്മാർ ആരൊക്കെയാണ് തൊട്ട് കാണിച്ചേ? അഫ്സൽ ശിഷ്യൻ, നമ്പർ 1 ശിഷ്യൻ. ഓക്കെ, അഫ്സലാണ് എൻ്റെ ഏറ്റവും നമ്പർ 1 ശിഷ്യൻ. എന്താ മറ്റേ പാത്രത്തിൽ അടുത്ത്
ഞാൻ ചൂടാറാനേ അതെടുത്ത് നിങ്ങൾ കൊണ്ടുവന്നാവും റിവേഴ്സ് സ്വിങ്ങി റിവേഴ്സ് ഓസ്മോസിസ്. അപ്പം ഇത് നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാൽ ഇത് എപ്പോഴും നിരന്തരം ഒന്നിനു വേണ്ടി ആർക്കും വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നില്ല, ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാണ്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്തു പറ്റി? നമ്മൾ സ്വപ്നത്തിൻ്റെ അടിമയായി. ഇവിടെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഭാഗം കാണാതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിന് കാരണം. പറയൂ വിഷു, എലിക്സർ, രമ, അഭിലാഷ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴുള്ള ചളിയാണ്. നമ്മളിങ്ങനെ പിടിക്കില്ല, ചളിയൊന്നുമില്ല. തുടച്ചാൽ മതി. അങ്ങോട്ട് തന്നെ ഒരു തുണിയും അതും. എടാ മോനെ, നീ മനസ്സിലാക്കുന്ന ഭാഗം മാത്രമേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരും എന്ത് എടാ പറഞ്ഞൂടാ കുട്ട, നിനക്ക് പറയാൻ പറ്റുന്നിടത്തോളം നീ പറഞ്ഞോ. ആർക്കൊക്കെ എന്തൊക്കെ പോവുകയും വരികയും ചെയ്യുമെന്നുള്ള ഭാഗമൊക്കെ അവിടെ സംഭവിച്ചോളൂ. നിനക്ക് പറയാൻ പറ്റുന്നതനുസരിച്ച് നീ പറയുക. അത്രേ നിന്നെക്കൊണ്ട് സാധിക്കത്തുള്ളൂ. ഓരോ വ്യക്തിക്കും സാധിക്കുന്നത് എന്താണ്? അത് അവനവനിൽ സംഭവിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ആഹാ അറിയാൻ പറ്റും, ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്നെക്കൊണ്ട്. എനിക്ക് ഇതിനപ്പുറത്തോട്ടൊന്നും സംഭവിക്കത്തില്ല. ഇല്ല. എൻ്റെ ശിഷ്യന്മാരെയൊക്കെ ഞാൻ ഓടിച്ചിടാൻ പോയി. ഒറ്റ ശിഷ്യന്മാരും വേണ്ട. അഫ്സൽ പറഞ്ഞ ശിഷ്യന്മാർ ശരി. തീർച്ചയായിട്ടും അതല്ലേ അഫ്സൽ എൻ്റെ റൂമിൽ എപ്പോഴും വരുന്നത്. എന്നോട് ഭയങ്കര താല്പര്യം എന്നെ കേൾക്കാൻ. അഫ്സലാണ് എൻ്റെ നമ്പർ 1 ശിഷ്യൻ. ഹലോ. എസ് ജി.